നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ട്രെയിനിൻ്റെ സമയം കുറച്ച് ലേറ്റാവുക, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ചാലയിലൊക്കെ പോയൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ ബോയുടെ കളക്ഷനാണ് ഇവിടെ മൊത്തം. എൻ്റെ മോൾക്ക് ബോയെന്ന് പറഞ്ഞാൽ അവളെ കണ്ണെടുക്കത്തില്ല. അവിടെയൊക്കെ നോക്കി, പക്ഷേ അവളിലുള്ള കളക്ഷനൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി. വിലയൊക്കെ അത്ര വലിയ വിലയൊന്നുമില്ല, കുറവൊക്കെ ഉണ്ട്. പിന്നീട് ആ ബാഗൊക്കെ 100 രൂപയുള്ള ആ ബാഗൊക്കെ അവിടെ കിടക്കുന്നത്. അവർ വിളിച്ച് പറയുന്നുണ്ട് വില. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കയറുന്ന സമയത്ത് കുറച്ച് ജ്വല്ലറിക്കാർ നമ്മളെ വാവാന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ചോദിച്ചു, ഈ സ്വർണ്ണ വിലയിൽ ഇവരിങ്ങനെ വാവാന്ന് വിളിച്ചാൽ, അപ്പം അത് അവരുടെ ജോലിയാണ്. നമ്മൾ മീൻ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വാവാന്ന് അവർ വിളിക്കത്തില്ല, അത് കണക്ക് ഇവർ വാവാന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് ആ കാഴ്ച ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴത്തേന് ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഇതായതുകൊണ്ട് ക്രിസ്മസ് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് നല്ല 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 വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ മണികൾ, ഇതിൻ്റെ സിൽവറുണ്ട്, ഗോൾഡുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ, കുഞ്ഞു കുഞ്ഞു മണി, കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് അപ്പൻ, കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ വെറൈറ്റിയുള്ള ഫ്ലവേഴ്സിൻ്റെ പേരൊക്കെ നമ്മൾ ചോദിച്ചു. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ നമ്മൾ ഒന്നും വാങ്ങിക്കാനായിട്ട് പോയതല്ല, വെറുതെ ഇങ്ങനെ ഒന്ന് കാണുവാണെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണുവാണെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ നടന്നത്. നമ്മൾ വീണ്ടും നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. പിന്നൊരു കടയിൽ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഹോൾസെയിൽ കട ആവാമെന്ന് തോന്നുന്നു. ക്രിസ്മസ് അപ്പൂനെ കവർ ചെയ്ത് വെച്ചേക്കുന്നു. ഇനി പൊടിയൊക്കെ അടിക്കാതിരിക്കാനായിരിക്കും കവറൊക്കെ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്, അകത്തൊക്കെ കുറേ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ നടന്ന് വന്നപ്പോഴത്തേനെ എൻ്റെ കണ്ണിൽ ഒരു കട കൊളുത്തി. അത് വേറൊന്നുമല്ല, സ്റ്റാറിൻ്റെ കളക്ഷൻ. സ്റ്റാറും കുറേ കളക്ഷനുണ്ട്. പക്ഷേ എനിക്കതൊന്നുമല്ല എൻ്റെ കണ്ണിൽ കൊളുത്തിയത്, ആ മാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ കിടക്കുന്നുണ്ടപ്പം ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് ആ മാൻ എത്ര രൂപയാണെന്ന് അറിയണം. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, വെറൈറ്റി. കാരണം വെച്ചാൽ നമ്മൾ മീഷോയിലൊക്കെ കാണുന്ന സ്റ്റാർ, ലൈറ്റ്സ് ഒക്കെ തൂക്കിയിടുന്നതൊക്കെ ഇല്ലേ, അതിൻ്റെ മിക്ക മോഡലുകളും ഇവിടെ ഉണ്ട്. ഒരുപാട് മോഡൽ സ്റ്റാർ, ഇവിടെ ട്രീയുടെ സ്റ്റാർ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് അതൊന്നുമല്ല, ഈ മാൻ എത്ര രൂപയാണെന്ന് അറിയണം. അങ്ങനെ ഞാൻ മാന് വില ചോദിച്ചു. അങ്ങനെ അയാൾ പറഞ്ഞ വില കേട്ട് ഇച്ചിരി ഞാൻ ഞെട്ടി. പിന്നെ അതിൻ്റെ ചെറുതിൻ്റെ വില ചോദിച്ചു. അപ്പോൾ എനിക്ക് ചെറുതിനോട് താല്പര്യമില്ല, പക്ഷേ വലുത് തന്നെ വേണം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഒടിഞ്ഞൊക്കെ പോകും, നീ വാ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. പക്ഷേ അവിടെ അങ്ങ് ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മാനെ പിടിച്ചൊക്കെ നോക്കി, ഇന്നിട്ടും എനിക്ക് അവിടുന്ന് വരാൻ തോന്നില്ല. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കറങ്ങി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു അവിടുന്ന്. അങ്ങനെ അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ട് കടയിൽ കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്നുള്ള ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞാൻ തിരിച്ചിറങ്ങി വീണ്ടും ഞാൻ ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ പൂക്കളും സ്റ്റാറും എല്ലാം ഇങ്ങനെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്നത് ഞാനല്ല, മോളാണ്. എനിക്ക് ക്യാമറ മൊബൈലിൽ പിടിച്ചിങ്ങനെ വീഡിയോ എടുക്കുന്നത് വല്ലാത്തൊരു ചമ്മലാണ്. ഇനി അത് പ്രാക്ടീസ് ചെയ്യണം. ഓരോ വ്ളോഗറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് എനിക്ക് ഒന്ന് എടുക്കണം. പക്ഷെ മോളാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പം ഞാനാണ് എടുത്ത വീഡിയോസ്. അങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം വീഡിയോ ഒക്കെ എടുത്തപ്പോൾ മോൾ പറഞ്ഞു, അമ്മ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നടന്നപ്പോൾ വീണ്ടും മണിയും സ്റ്റാറിൽ തൂക്കുന്നത്, കുഞ്ഞു സ്റ്റാർ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്നത് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു കളക്ഷൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മോൾ പറഞ്ഞു, അമ്മ വാങ്ങിക്കേണ്ട, നമുക്കൊന്ന് കാണാൻ കയറാമെന്ന് പറഞ്ഞു. സത്യം പറയാലോ, കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. എന്തു ഭംഗിയാണ്, എന്തെല്ലാം സാധനങ്ങളാണ്, വെറൈറ്റി ഹോൾസെയിൽ കടയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് വെറൈറ്റി എല്ലാം നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ടു, കണ്ടു. പക്ഷെ ഒരെണ്ണം വാങ്ങിക്കാൻ നോക്കിയപ്പോഴത്തേന് അവിടെ എല്ലാവരും ഭയങ്കര തിരക്ക്. അവിടെ കസ്റ്റമർ സ്റ്റാഫ് ഏതെന്ന് പോലും നമുക്കറിയാം. എങ്കിലും കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കറങ്ങി. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റ് കണ്ടോ, ഇവിടെ കുഞ്ഞു ബൾബായിട്ടിരിക്കുന്നത്. അത് 999 രൂപയാണ് ഈ കിടക്കുന്ന ബൾബ്. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കുഞ്ഞായിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മോള് അവൾക്ക് എന്തോ വേണമെന്നും പറഞ്ഞ് അകത്തോട്ട് പോയി. അവളത് കാണിച്ചു തരികയാണ്, എനിക്കമ്മ ഇന്ന സാധനം വേണമെന്ന്. ഞാൻ പറഞ്ഞത് എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ അങ്ങ് ആരെയും കണ്ടില്ല, ബില്ലടിക്കുന്ന ആരെയും കണ്ടില്ല, ഒരു മനുഷ്യരെയും കണ്ടില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഒരു കണ്ണാടി ഉണ്ട്. അവൾ പറഞ്ഞു, അമ്മ എനിക്ക് അത് വാങ്ങിച്ചു. ഞാൻ വാവാന്ന് വിളിക്കുന്നുണ്ട്, അവൾ വരുന്നില്ല. അങ്ങനെ ആ കണ്ണാടിക്കും നോക്കി, അതും ബില്ലടിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യരുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ആ മാൻ വീണ്ടും എൻ്റെ കണ്ണിലുടക്കിയത്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
തിരിച്ചിങ്ങോട്ട് മുന്നോട്ട്. അത് ഹോൾസെയിൽ കട ആയതുകൊണ്ട് അവിടത്തേക്കാളും ഒരു 150 രൂപ ഇവിടെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എന്നെ ഫൈനലായിട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു നമ്മൾ വീട്ടിൽ അങ്ങോട്ട് പോകുന്നതിനാകുമ്പോൾ ഇത് ഒടിഞ്ഞങ്ങനെ പോകുന്നില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എങ്കിൽ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് സാധനം നമ്മൾ വാങ്ങിച്ച് എന്താ പറയുക, സത്യം പറഞ്ഞാൽ വാങ്ങിച്ചതിന് ശേഷം ഹസ്ബൻഡ് എന്നെ വീട് വരെ പിടിച്ചത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മാൻ എൻ്റെ